ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും റെസ്പിറേറ്ററി മാസ്ക് ഒക്കെ ധരിച്ച് പ്രിപ്പയർ ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നൊരു ബോൾ പ്രിസർവേഷൻ വർക്കായിരുന്നു. ആ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു 8ൻ്റെ പണി കിട്ടിയിരുന്നു. കാരണം ഞാൻ ഉപയോഗിച്ച മോൾഡ് വളരെ ചെറുതായിരുന്നു. പിന്നെ ഒരെണ്ണം ഓർഡർ ചെയ്ത് ഇത് ഈ വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ആ മോൾഡിൽ നിന്നും അത് റിമൂവ് ആക്കിയിട്ട് സെപ്പറേറ്റ് റെസിന് ഫൈനൽ ലെയർ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ മോൾഡില്ലാതെയൊക്കെ ഫൈനൽ ലെയർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് റെസിനായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ ഉരച്ച് കളയുകയാണ്. യെസ്, അപ്പോൾ സാൻഡിങ് പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ സാൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാൻഡിങ് പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുക. കാരണം ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊക്കെ സ്ക്രാച്ച് വീഴും, പൊട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മാസ്കും ധരിക്കുക. കാരണം അതിൽ നിന്ന് വരുന്ന പൊടിയൊക്കെ നമുക്ക് ഡേഞ്ചറാണ്. അപ്പോൾ അതിനു മുമ്പ് റെസിനാർട്ട് വർക്ക് നമ്മളുടെ യൂട്യൂബിലും അതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സെങ്കിലും അതിൻ്റെ അറ്റൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എടുക്കേണ്ടുന്ന പ്രിക്കോഷൻസ് ഇപ്പോൾ എടുത്തില്ലെങ്കിൽ ഭാവിയിൽ നമുക്കത് ഡേഞ്ചർ ആയിരിക്കും. അതുപോലെ അലർജി ഉള്ളവർക്കൊന്നും ഈ വർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ സാൻഡിങ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് തകൃതിയായിട്ട് ഉരക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിനെ ഉരച്ച് തീരുന്നത് വരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ ഇതിന് ശേഷം ആൽക്കഹോളിക് സ്പ്രേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മുഴുവൻ സാൻഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പൊടി കളയാതെ നമ്മൾ റെസിൻ അതിൻ്റെ മേലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെസിനിൽ മുഴുവനും പൊടിയായിരിക്കും. അപ്പോൾ നമ്മൾ ആൽക്കഹോളിക് സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടിലാക്കിയ ബോളിനെ നമ്മൾ സ്പ്രേ ഉപയോഗിച്ച് കുളിപ്പിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിൻ ഈ സാൻഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും പോയി കഴുകരുത്. കഴുകി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വീണ്ടും റെസിൻ ഒഴിക്കാനായിട്ട് പറ്റില്ല. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ റെസിൻ ഭാവിയിൽ ചീത്തയായി പോവും ആ വർക്ക്. അപ്പം തന്നെ ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഒന്നും കാണിക്കില്ല. 2-3 ദിവസമോ ആഴ്ചയോ മാസങ്ങളോ എടുത്തിട്ടായിരിക്കും അത് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും അത് നോക്കി കണ്ടുമൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ കുളിപ്പിച്ചെടുത്ത നമ്മളുടെ ബോളിനെ നമ്മൾ ഫൈനൽ റെസിൻ ഒഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മളുടെ ക്ലിയർ ആയിട്ടുള്ള ഭാഗത്തൊക്കെ ഞാൻ നമുക്ക് ഗമ്മോ അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ലാറ്റക്സോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഹാർഡനറും റെസിനും എടുത്തിട്ടുണ്ട്. അത് 1 ഡയറക്ഷനിലേക്ക് തന്നെയാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. രണ്ടും നല്ലപോലെ മിക്സ് ആക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ എടുക്കുന്ന റെസിൻ്റെ അളവനുസരിച്ചിരിക്കും ടൈമിങ്. നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ സ്ലോയിൽ 1 ഡയറക്ഷനിൽ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഫൈനൽ കോട്ട് ലെയർ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ക്യൂബിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഓരോ ലെയറും അതായത് ഓരോ ഭാഗവും ഓരോ ദിവസമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ദിവസമായിരിക്കും ഞാൻ ഇട്ടിട്ടുണ്ടാവുക. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്കിത് മുഴുവനും ഇതിൽ കാണിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ദിവസമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കൊടുക്കും. അപ്പോൾ ഫൈനൽ കോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 24 hours ഇത് ഡ്രൈ ആകാനായിട്ട് വെക്കണം. ഇതിൽ വേറെ ഒന്നും വന്ന് അതായത് പൊടിയോ അല്ലെങ്കിൽ വേറെ എന്ത് വന്നാലും റെസിൻ എന്ന് പറയുന്നത് അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അതിന് അത്ര ഇഷ്ടമാണ്. അതായത് എന്താ പറയുക, സ്നേഹിച്ച നക്കിക്കൊല്ലും, ദ്രോഹിച്ച അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ? ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അതാണ് ഈ റെസിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും അതുപോലുള്ള പ്ലേസുകളിലേക്ക് റെസിൻ ആർട്ട് വർക്ക് ചെയ്തിട്ട് വെക്കുക. അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുക. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ റെസിൻ ആർട്ട് പഠിക്കുമ്പോൾ പഠിക്കും. ഇനി അതറിയാൻ താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീഴുന്നുണ്ട്.
എല്ലാവരും അതങ്ങോട്ട് സഹിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ബിഗിനർ അല്ലേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ വീഡിയോയിൽ വരുന്നുണ്ട്, അതെനിക്കറിയാം. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അതൊക്കെ ക്ലിയർ ആക്കും. എല്ലാവരും ജനിച്ച് വീഴുമ്പോൾ തന്നെ എല്ലാം പഠിച്ചിട്ടൊന്നുമല്ലല്ലോ വരുന്നത്. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് ചുവടുകൾ എടുത്ത് വെക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു അബദ്ധം. എങ്ങനെ ഓവർഫ്ലോ ആയെന്ന് എനിക്കറിയില്ല. ആക്സിഡൻ്റലി എങ്ങനെയോ ഓവർഫ്ലോ ആയി. എന്നെ ഇനിയും പണിയെടുപ്പിക്കണം അതിനു വേണ്ടി തന്നെ. അപ്പോൾ ഇതെങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞ് നമ്മൾക്ക് കുട്ടപ്പനാക്കി എടുക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പിക്കുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.